നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബി.ജെ.പി. നേതാവ് ശോഭാ സുരേന്ദ്രൻ LDF കൺവീനർ EP ജയരാജനെ സംബന്ധിച്ച് ഉന്നയിച്ച കുറെ ആരോപണങ്ങൾ. ആ ആരോപണങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ കത്തിപ്പടരുകയാണ്. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. EP ജയരാജനെതിരെ നടപടി ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഏവരും ഉറ്റുനോക്കുകയാണ്. എന്തായാലും CPMന് ഈ ഒരു വിഷയം വലിയ തിരിച്ചടിയാണ് നൽകിയത്. പ്രത്യേകിച്ച് പോളിംഗ് ബൂത്തിലേക്ക് കേരളം പോകുന്നതിൻ്റെ ആ ദിവസങ്ങളായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ആരോപണം EP ജയരാജനെതിരെ ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചത്. മാത്രമല്ല BJPയിലുള്ള പല നേതാക്കളും ഇത്തരത്തിലുള്ള ആരോപണം EP ജയരാജനെതിരെ ഉന്നയിക്കുകയുണ്ടായി. ഇപ്പോഴിതാ വീണ്ടും ചില നിർണായക വെളിപ്പെടുത്തൽ നടത്തി ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വന്നിരിക്കുകയാണ്. LDF കൺവീനർ EP ജയരാജനുമായി 3 തവണ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് പുതിയ വെളിപ്പെടുത്തൽ. തന്നെ EP ജയരാജനുമായി പരിചയപ്പെടുത്തുന്നത് ദല്ലാൽ നന്ദകുമാർ ആണെന്നും ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചു. നന്ദകുമാറിന്റെ സാന്നിധ്യത്തിൽ 3 തവണ EP-യുമായി കൂടിക്കാഴ്ച നടത്തി. വെണ്ണലയിലെ നന്ദകുമാറിന്റെ വീട്ടിൽ വെച്ചും പിന്നീട് ഡൽഹി ലളിത് ഹോട്ടലിലും മൂന്നാമത് തൃശൂർ രാമനിലയത്തിലുമാണ് കൂടിക്കാഴ്ചകൾ നടന്നത്. നന്ദകുമാറാണ് ഈ നീക്കത്തിന് തുടക്കമിട്ടത്. BJPയിൽ ചേരാൻ EP-ക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഈ നീക്കത്തിന് തുടക്കമിട്ടത്. CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനം കിട്ടാത്തതിന്റെ ദുഃഖവും അമർഷവും EP-ക്കുണ്ടായിരുന്നു. തന്നെക്കാൾ ജൂനിയറായ MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതിന്റെ അനിഷ്ടം, വേദന ഒക്കെ EP-ക്കുണ്ടായിരുന്നു. പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കൂടുതൽ സഹിച്ചത് താനാണെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിൽ പാർട്ടിയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന മുതിർന്ന നേതാക്കളിൽ ഒരാളെ വിശദമായി കാര്യങ്ങൾ അറിയിച്ചു. അവിടുന്ന് അനുകൂല സൂചന കിട്ടിയതിനു ശേഷമാണ് ഡൽഹിയിൽ കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുക്കിയതെന്നും ശോഭാ സുരേന്ദ്രൻ തുറന്നടിച്ചു. 2023 ജനുവരിയിലാണ് ഡൽഹി ലളിത് ഹോട്ടലിൽ വെച്ച് ചർച്ച നടത്തിയത്. BJPയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായിരുന്നു കൂടിക്കാഴ്ച നടന്നത്. ഹോട്ടലിൽ സംസാരിച്ചിരിക്കെ EP-ക്ക് ഫോൺ വന്നു. അതോടെ അദ്ദേഹം ആകെ പരിഭ്രാന്തനായി. അന്ന് രാത്രി EP തീരുമാനത്തിൽ മാറ്റം വരുത്തിയെന്നും ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തി. അതേസമയം ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ശുദ്ധ അസംബന്ധമാണെന്ന് വിവാദ ഇടനിലക്കാരൻ നന്ദകുമാർ പ്രതികരിച്ചു. കൂടിക്കാഴ്ചയിൽ EP-ക്ക് ഒരു റോളുമില്ല എന്നാണ് നന്ദകുമാറിന്റെ പ്രതികരണം. EP ജയരാജനെ മകന്റെ ഫ്ളാറ്റിൽ കൂടിക്കാഴ്ച നടത്തിയെന്നത് സത്യമാണ്. അതിൽ ശോഭയില്ലായിരുന്നു, അവർക്ക് പങ്കുമില്ല. EP കൂടിക്കാഴ്ചയ്ക്കായി ഡൽഹിയിലോ ഗൾഫിലോ പോയിട്ടില്ല എന്നും നന്ദകുമാർ വെളിപ്പെടുത്തി. അതേസമയം EP ജയരാജനും ഈ വിഷയത്തിൽ തന്റെ നിലപാട് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് EP ജയരാജൻ. തനിക്കെതിരായ ആരോപണങ്ങൾ ആസൂത്രിത പദ്ധതിയോടനുബന്ധിച്ചുള്ളതാണെന്നും മാധ്യമങ്ങൾ നിഷ്പക്ഷമായി ഇക്കാര്യം അന്വേഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നെപ്പോലെ ഒരാൾ എന്തിനാണ് ശോഭാ സുരേന്ദ്രനോട് സംസാരിക്കുന്നത്? ശോഭാ സുരേന്ദ്രനെ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. അല്പം ബുദ്ധിയുള്ള ആരെങ്കിലും BJPയിൽ ചേരുമോ? ഞാൻ BJPയിൽ ചേരുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്നും EP ചോദിച്ചു. അതേസമയം പ്രകാശ് ജാവ്ദേക്കർ EP ജയരാജൻ കൂടിക്കാഴ്ച വിവാദം കനക്കുകയാണ്. അതിനിടയിൽ BJPയിൽ ഒരു വിഭാഗത്തിന് അമർഷം എന്നൊരു വിവരം പുറത്തു വരികയാണ്. മറ്റു പാർട്ടിയിലെ നേതാക്കളെ പാർട്ടിയിൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ പുറത്തു വരുന്നതിലാണ് അതൃപ്തി. ഓപ്പറേഷൻ ലോട്ടസിനുള്ള ശ്രമം കേരളത്തിലും തുടങ്ങിയിട്ട് നാളേറെയായി. എങ്കിലും പ്രമുഖരായ ആളുകളെ എത്തിക്കാനുള്ള ചർച്ചകൾ പുറത്തു വരുന്നതിൽ പാർട്ടിക്ക് ക്ഷീണമുണ്ടെന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. സംസ്ഥാനത്തെ കോൺഗ്രസിലെയും CPM-ലെയും പല പ്രമുഖരും BJPയിൽ എത്തുമെന്ന സംശയങ്ങൾ നേരത്തെ തന്നെ ശക്തമാണ്. അതേസമയം പല നേതാക്കളും ഈ എത്തുമെന്ന അവകാശവാദത്തിനിടെ അടുത്തിടെ പത്മജ വേണുഗോപാലും അനിൽ ആന്റണിയും എത്തിയിരുന്നു. എന്നാൽ പാർട്ടിയിലേക്ക് വന്ന നേതാക്കളെക്കാൾ വലിയ ചർച്ചയായത് EP ജാവ്ദേക്കർ കൂടിക്കാഴ്ചയായിരുന്നു. ശോഭയെയും അനിൽ ആന്റണിയെ ലക്ഷ്യമിട്ടുള്ള ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണം ശോഭ മെല്ലെ EP-യിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു. ആദ്യം സസ്പെൻസ് ഇട്ട് പിന്നെ EP-യുടെ പേര് ശോഭ പറഞ്ഞതോടെ കാര്യങ്ങൾ മാറി മറിയുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.